രണ്ട് കാര്യങ്ങൾ. ഒന്ന് കേരളത്തിൻ്റെ വടക്കുഭാഗം കണ്ണൂരിൽ നിന്നും മറ്റൊന്ന് കേരളത്തിൻ്റെ തെക്ക് ചെങ്ങന്നൂരിൽ നിന്നും. ഇന്നലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യുദ്ധകാഹളം മുഴക്കിയത്. അതോടെ 135 സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് LDF റോഡ് ഷോ നടത്തിയപ്പോൾ കോൺഗ്രസ് എവിടെ നോക്കിയിരിക്കുകയായിരുന്നു എന്നൊരു ചോദ്യമാണ് ഇന്നലെ പാതിരാ വരെയും ഇന്നീ നേരം വരെയും മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യുന്നത്. എവിടെയൊക്കെ കോൺഗ്രസ് നേതാക്കൾ അവരുടെ വ്യക്തമായ മറുപടിയും നൽകുന്നുണ്ട്. CPM സിറ്റിംഗ് MLA-മാരെ തന്നെ നിർത്തി കളം പിടിക്കാനിറങ്ങുമ്പോൾ എന്തെങ്കിലും പുതുമയുണ്ടോ ആ സ്ഥാനാർത്ഥി പട്ടികയിൽ എന്നാണ് ഒരു ചോദ്യം. ഇല്ലല്ലോ എന്ന വലിയൊരു ചോദ്യം KC വേണുഗോപാൽ ഇന്നും ഇന്നലെയുമായി ചോദിക്കുന്നു. സത്യമല്ലേ? എന്തെങ്കിലും പുതുമ ഉണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ കമ്മീഷൻ്റെ വരവിന് മുൻപേ തന്നെ വേണമെങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താമായിരുന്നു. എന്തായാലും ഇപ്പോൾ ചെങ്ങന്നൂരിൽ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായി ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയാമ്മ ഉമ്മൻ വരുമോ എന്ന വലിയ ചോദ്യം ഉയരുന്നു. ഇന്നിപ്പോൾ സജീവമായി സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ഓർത്തഡോക്സുകാരി കൂടിയായി മറിയാമ്മ ഉമ്മൻ ചെങ്ങന്നൂരിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കേൾക്കുന്നത്. പക്ഷേ അപ്പോൾ അവിടെ ഉദിക്കുന്നൊരു പ്രശ്നം, ഒരു കുടുംബത്തിൽ നിന്നും ഒരാൾ മതി എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് ചാണ്ടി ഉമ്മൻ എന്ന അവരുടെ സഹോദരൻ. മറിയാമ്മ ഉമ്മൻ മത്സരിച്ചാൽ പുതുപ്പള്ളിയിൽ ഞാൻ മത്സരിക്കില്ല എന്നാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. ഉമ്മൻചാണ്ടി തന്നെ ആ കാര്യത്തിൽ ഒരു അതിർവരമ്പ് സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുകൂടി ചാണ്ടി അടിവരയിട്ട് പറയുന്നു. കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയം ഇങ്ങനെയൊക്കെ നീങ്ങുകയാണ്. എന്നാൽ എല്ലാം പൂർത്തിയാക്കി പടക്കളത്തിലേക്ക് ഇറങ്ങിയ CPM-ന് പക്ഷേ തങ്ങളുടെ വനിതാ നേതാക്കളെ കോടതിയിൽ നിന്നും ഇറക്കാനേ നേരമുള്ളൂ എന്നതാണ് അവസ്ഥ. നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ PP ദിവ്യയുടെ പങ്ക് വ്യക്തമാക്കുന്ന നിർണായക വിവരങ്ങളാണിപ്പോൾ പുറത്തു വരുന്നത്. ദിവ്യയുടെ ഫോൺ രേഖകൾ പൂർണ്ണമായും പരിശോധിക്കണമെന്ന കോടതിയുടെ ഉത്തരവ് CPM-നെ ശരിക്കും വെട്ടിലാക്കിയിരിക്കുന്നു. നവീൻ ബാബുവിനെ പരസ്യമായി അപമാനിച്ചുകൊണ്ട് ADM യാത്രയപ്പ് യോഗത്തിലേക്ക് PP ദിവ്യ എത്തിയത് അവരുടെ നിർദ്ദേശപ്രകാരമാണെന്നും ആരെല്ലാം ഇതിൽ പങ്കാളികളാണെന്നും അറിയാൻ ഫോൺ കോളുകൾ അരിച്ചു പിറക്കേണ്ടതുണ്ട്. കലക്ടർ അടക്കമുള്ള ഉന്നതരുമായി ദിവ്യ നടത്തിയ സംഭാഷണങ്ങൾ ഈ ഗൂഢാലോചനയുടെ ചുരുളഴിക്കുകയാണ്. അഴിമതിക്കെതിരെ എന്ന വ്യാജേന ദിവ്യ നടത്തിയ പ്രസംഗം വെറും നാടകമായിരുന്നുവെന്ന് തെളിയുകയാണ്. പെട്രോൾ പമ്പിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് നവീൻ ബാബു 1 രൂപ പോലും കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്ന് റവന്യൂ വകുപ്പിൻ്റെ അന്വേഷണത്തിൽ തന്നെ വ്യക്തമായതാണ്. എന്നിട്ടും ഒരു ഉദ്യോഗസ്ഥനെ മാനസികമായി തകർത്ത് ആത്മഹത്യയിലേക്ക് തള്ളിയിട്ടതിന് പിന്നിൽ വലിയ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. PP ദിവ്യയുടെ ഫോൺ ലൊക്കേഷൻ, ടവർ ലൊക്കേഷൻ, ആ സമയത്ത് അവർ ആരെയൊക്കെ വിളിച്ചു തുടങ്ങി വിവരങ്ങൾ ശാസ്ത്രീയമായി പുനഃപരിശോധിക്കാൻ കോടതി നിർദ്ദേശിച്ചത് CPM നേതാക്കൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് ഇപ്പോൾ സമ്മാനിക്കുന്നത്. പ്രതിയെ സംരക്ഷിക്കാൻ പാർട്ടി കിണഞ്ഞു ശ്രമിക്കുമ്പോഴും കോടതിയുടെ ഇടപെടൽ നീതി ലഭിക്കുമെന്ന പ്രതീക്ഷ നൽകുന്നു. CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ വലിയ പുതുമയൊന്നുമില്ലെങ്കിലും അവരുടെ നേതാക്കളുടെ ക്രിമിനൽ പശ്ചാത്തലവും കോടതി നടപടികളും ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാവുകയാണ്. കണ്ണൂരിലെ ഈ ക്രൂരതയ്ക്ക് ചെങ്ങന്നൂരിലും അതിൻ്റെ പ്രതിഫലനമുണ്ടാകും. ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയും മാനസികമായി പീഡിപ്പിച്ചും ഭരണം നടത്തുന്ന ഇടതുപക്ഷ ശൈലിക്കേറ്റ വലിയ പ്രഹരമാണ് നവീൻ ബാബു കേസ്. മറിയാമ്മ ഉമ്മനെ പോലുള്ള കരുത്തുറ്റ വ്യക്തികൾ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അക്രമ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾ ഭയപ്പെടുന്നത് സ്വാഭാവികം. കോടതിയുടെ ഓരോ നിരീക്ഷണവും വിരൽ ചൂണ്ടുന്നത് CPM-ന്റെ ധാർഷ്ട്യത്തിലേക്കാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നതോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ ആവേശം CPM ക്യാമ്പുകളിൽ തളരും. ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള ഒരു വേദിയാക്കുമാറ്റും എന്നതിൽ സംശയമില്ല.